ജന്തർ മന്തർ സീസൺ 2 പാറ്റകൾ വീണ്ടും ജന്തർ മന്തറിലേക്ക് ഇരച്ചെത്താൻ പോവുകയാണ്. ഇത് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയാണ്. ഈ സീസൺ 2 എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഒത്തുചേരലിന്റെ പിന്നിൽ എന്താണ്? ആദ്യം ആവശ്യം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. ആ ആവശ്യം കഴിഞ്ഞു. ഇനി അടുത്ത വരവിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രധാന ഉദ്ദേശം ലൈംലൈറ്റിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു കൂട്ടം കുട്ടികൾ, അവർക്ക് അവരുടെ പ്രഥമ കർത്തവ്യം പഠിക്കുക എന്നുള്ളതാണ്. ആ പഠിത്തത്തിൽ നിന്നും ചിന്ത മാറ്റി മറ്റു പല കാര്യങ്ങളിലേക്കും പോകുമ്പോൾ അവരുടെ ഫ്യൂച്ചർ ഇരുൾ അടഞ്ഞതാകുന്നു. പക്ഷെ അത് ശരി, കുട്ടികളാണ് രാഷ്ട്രത്തിൻ്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അവരതിലൊരു താല്പര്യം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് വന്ന് നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവർക്കുണ്ടാകുന്ന സമയനഷ്ടവും പഠിപ്പ് നഷ്ടവും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യണം. അത് ഒരു മുതിർന്ന സിറ്റിസൺ എന്ന നിലയിൽ അവരോട് പറയേണ്ട ആവശ്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഭിജിത്ത് പറയുന്നത് നമുക്ക് കുട്ടികളുടെ പബ്ലിക് സ്കൂളുകൾക്കുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, വിദ്യാഭ്യാസ സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, കുട്ടികളുടെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഇത് വേണം. അവർ ഓപ്പൺ ആർഗ്യുമെൻറ്റ് സെഷൻസ് നടത്താൻ വേണം. അതായത് വന്ന് നമ്മുടെ പിണറായി സഖാവൊക്കെ നടത്തിയില്ലേ, എല്ലാവർക്കും വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാം, അവരതിൽ നടപടി എടുക്കും. ഇതുവരെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ടോക്ക് ടു CM എന്ന് വരെയുണ്ട്. ഞാൻ ഇതുവരെ വിളിച്ച് സംസാരിച്ചിട്ടും ഒരു പ്രാവശ്യം ഫോൺ എടുത്ത് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വെറുതെ ഒരു അതിൽ കൊണ്ടൊക്കെ എന്താണ് അവർ നേടാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പ്രത്യേകിച്ചും നമ്മളുടെ മോഡി സർക്കാരിൻ്റെ കീഴിൽ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പണ്ട് കണ്ട ഇന്ത്യ അല്ല ഇപ്പോഴുള്ളത്. അഭിജിത്ത് ഇപ്പോൾ അവിടെ എവിടെയോ ഇരിക്കുന്നു, അവിടെ നിന്ന് അദ്ദേഹം വന്ന് പറയുന്നു, ഈവൻ നമ്മളുടെ ട്രൈബൽ ഏരിയാസിൽ പോകുമ്പോൾ പോലും അവിടുത്തെ കുട്ടികളുടെ സാഹചര്യം വരെ മാറിയിട്ടുണ്ട്. നല്ലോണം അനുഭവമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയാണ് പറയുന്നത്. ഇവരുടെ ഈ സീസൺ 2 പ്രധാന വിഷയങ്ങളോടൊന്ന് പറയാം. പറയൂ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുക, രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവസ്ഥയും പരിശോധിച്ച് പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരിക, നീറ്റ് പേപ്പർ ലീക്ക് തുടങ്ങി പരീക്ഷാ ക്രമക്കേടുകളെല്ലാം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രശ്നങ്ങൾ തുടർന്ന് ഉന്നയിക്കുക, രാജ്യത്തുടനീളം ലിസണിംഗ് ടൂർ നടത്തി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും പരാതികൾ ശേഖരിക്കുക, ഓഗസ്റ്റ് 15 മുതൽ വിദ്യാഭ്യാസ വിഷയത്തിന് മുൻഗണന നൽകി ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും ആണ് CJP വക്താക്കൾ പറയുന്നത്. ഇത് നമ്മൾ ജന്തർ മന്തർ സീസൺ 1 കണ്ട പോലെ ഒരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ഒരു സമരമാവില്ല. എൻ്റെ ആതിര, ഇതിന് എത്ര കോടി രൂപ ആവശ്യമുണ്ട്? ഇവർ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇങ്ങനൊരു ടൂറ് നടത്തി ഒരു വലിയ ഒരു ഏരിയ ലീസ് ഔട്ട് ചെയ്ത് ആൾക്കാർ വോളണ്ടിയേഴ്സിനെ വച്ച് നടത്തി ഇങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ ഇതിന് പുറകിൽ എന്തോ കാര്യമായ ശക്തി തന്നെയുണ്ട്. കുറച്ച് കുട്ടികളോ അല്ലെങ്കിൽ അഭിജിത്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ട് നടക്കാവുന്ന കാര്യത്തെക്കുറിച്ചല്ല 2.0 പറയുന്നത്. ഇന്ത്യ മുഴുവൻ അവർ സഞ്ചരിക്കും. നീറ്റാണ് ഒരു അത് കേന്ദ്ര നടത്തുന്ന ഒരു പരീക്ഷ. ഓരോ സംസ്ഥാനങ്ങളിലും അവരുടേതായ പല പരീക്ഷകളുണ്ട്. ഇതൊക്കെ അവർക്ക് ഏറ്റുപിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആഗ്രഹം മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ. അതാണല്ലോ നീറ്റിൻ്റെ 387 മെഡിക്കൽ കോളേജ് NDA സർക്കാർ വരുന്നതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് 810 മെഡിക്കൽ കോളേജായി. എല്ലായിടത്തും നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, നല്ല ബിൽഡിങ്ങുകളുണ്ട്, വളരെ കൃത്യമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ NDA സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നവോദയ വിദ്യാലയങ്ങൾ എന്ത് രസമാണ് കാണാനായിട്ട്. കുട്ടികൾക്ക് അവിടെ പഠിക്കാനായിട്ടും ചേരുവാനായിട്ടും വളരെ വളരെ കൃത്യമായ രീതിയിലാണ് നമ്മുടെ KV സ്കൂളുകൾ നടക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് സ്കൂളുകൾ നല്ല നിലയിൽ കൊണ്ടുവരാനാണല്ലോ PM ശ്രീ പദ്ധതി വച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ വരികയാണെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ലോണം മെച്ചപ്പെട്ടതാവും. കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ തന്നെ വളരെ സന്തോഷമായിരിക്കും. അതുപോലെ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള സ്റ്റേഡിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയെല്ലാം ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ആൾക്കാരുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ട് ഇവരെന്ത് ചെയ്യാൻ പോകുന്നു? ഇവരുടെ കയ്യിൽ ചെയ്യാനുള്ള ഇതുണ്ടോ? ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് വലിയ ആൾക്കാരാവാൻ നോക്കുന്നു എന്നാണ്.
ശരിക്കും പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്ട്സ് ആൻഡ് സ്കീംസിനെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ അജ്ഞതയാണ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അഭിജിത്തിൻ്റെയും ബാക്കിയുള്ള കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരുടെയും അജ്ഞതയാണ് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. പെട്ടെന്ന് ആരൊക്കെയോ പറഞ്ഞു, ഇവരൊന്ന് MyGov.in അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്ട്സ് ആൻഡ് സ്കീംസിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ അറിയുന്ന കാര്യങ്ങൾ പോലും നോക്കാണ്ടാണ് ഞങ്ങൾക്ക് ഇത്തിരി മൈലേജ് കിടക്കട്ടെ, ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഹിറ്റടിച്ചാലൊന്നും ചാവൂല എന്ന് പറഞ്ഞ പോലെ ഞങ്ങളങ്ങനെ പിന്നെയും പടഞ്ഞു വരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എന്താ പറയുക, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ശരിയായ ദിശയിലല്ല പോകുന്നത് തന്നെ പറയണം. ഒരു ഗവൺമെൻറ്റിനെ മുഴുവൻ റാൻസത്തിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ NDA സർക്കാർ. എല്ലാ കാര്യങ്ങളിലും എൻജിനീയറിംഗ് ആവട്ടെ, ഡെൻറ്റൽ ആവട്ടെ, MEd ആവട്ടെ, അല്ലെങ്കിൽ റിസർച്ച് ഫെസിലിറ്റീസ് ആവട്ടെ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുകയായിരുന്നു, ഞങ്ങളുടെയൊക്കെ കോളേജ് സമയത്ത് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ IIT ഉണ്ട്, അവിടെ റിസർച്ച് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇനി അവിടെ കിട്ടാത്തവർ പുറത്തെ രാജ്യങ്ങളിൽ പോയിട്ട് റിസർച്ചൊക്കെ ചെയ്യാം PhDക്ക് വേണ്ടി. ഇപ്പം നമ്മളുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും സുസജ്ജമാണ്, ധാരാളം ഫണ്ട് റിസർച്ചിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നമ്മളുടെ കുട്ടികളുടെ പേപ്പറുകൾ പുറം രാജ്യങ്ങളുടെ ജേർണലുകളിൽ പബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു സയൻറ്റിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് ലോകം അംഗീകരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്പർ 1 ആയിട്ടുമ്പോൾ നമ്മളൊന്നുമല്ല, നമുക്കിവിടെ യാതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും ഇല്ല എന്ന് പുറം രാജ്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ചേഷ്ടയായിട്ട് തന്നെ നമുക്കിതിനെ കാണണം. അല്ല, ഇതിലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ആദ്യത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെച്ചല്ലോ. അല്ല, അതായിരുന്നു സീസൺ 1 എങ്കിൽ ഇത് രണ്ടാമത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ ഒരു ദേശീയ ക്യാമ്പയിൻ അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഒരു ധവളപത്രമുണ്ടോ? ദേശീയ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ? ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയാണ്, അതുപോലെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിനെ കുട്ടികളെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസമാണ് അംഗീകരിക്കുന്നത്, നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് നിൽക്കുന്നതും വളരെ നല്ല കാര്യം. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു വിദ്യാർത്ഥിയല്ല, അത് ലീഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരും തന്നെ വിദ്യാർത്ഥികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ആൾക്കാർ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ദിസ് ഈസ് വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ഒരു മിനിസ്ട്രിയാണ്. വേറെയും ധാരാളം ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? ജനിച്ച് വീഴുന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ലേ ആ കുട്ടി വിദ്യാർത്ഥിയാവുള്ളൂ. അതുപോലെ ഗ്രാമങ്ങളിൽ അവർക്ക് ലൈറ്റ് വേണ്ടേ, അവർക്ക് വെള്ളം വേണ്ടേ, കുടിവെള്ളം വേണ്ടേ, കുടിവെള്ളം കുടിച്ച് ജീവിക്കണ്ടേ, ലൈറ്റിലിരുന്ന് പഠിക്കണ്ടേ? അപ്പോൾ ഒരു കാര്യം മാത്രം എടുത്ത് രാജ്യത്ത് മുഴുവനും പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ കുതിച്ചു വരുന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പിന്നോട്ട് വലിക്കുവാനോ, ഞങ്ങളുടെ പുവർ കൺട്രിയാണ്, ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഒരു സാഹചര്യമില്ല എന്നൊക്കെ പറയാനില്ലേ? ഇനി എബ്രഹാം ലിങ്കൺ വരെയുള്ള ആൾക്കാർ വഴിവട്ടത്ത് ഇരുന്നല്ലേ പഠിച്ചിരിക്കുന്നത്? അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. ഇതൊന്നുമല്ല പ്രശ്നം. എന്ത് മാത്രം കാര്യമായിട്ടാണ് നമ്മളുടെ സർക്കാർ ഓരോ കാര്യങ്ങളും നോക്കുന്നത്. ഉത്തർപ്രദേശിൽ അതാണ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയധികം ജനസംഖ്യയുള്ള സ്ഥലമാണ്, അത്രയധികം വില്ലേജുകളുള്ള, ശരിക്കുള്ള വില്ലേജുകളുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരിക്കൽ കൂടി അവസരത്തിൽ പറയണം, പെൺകുട്ടികൾ പഠിത്തം നിർത്തുമായിരുന്നു വയസ്സറിയിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പീരിയഡ്സ് ആയി കഴിയുമ്പോൾ. അത് ആദ്യം അഡ്രസ്സ് ചെയ്തു നമ്മളുടെ ഗവൺമെൻറ്. 1 രൂപയ്ക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റി സാനിറ്ററി നാപ്കിനാണ് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. നിങ്ങളൊക്കെ പുച്ഛിച്ചല്ലോ, സെസ്, പെട്രോളിന് സെസ് വെച്ചിരിക്കുന്നു, ശൗചാലയം പണിയാനാ. ശൗചാലയം ഇല്ലാതെ താമസിക്കുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ, പ്രത്യേകിച്ചും പീരിയഡ്സ് ടൈമിൽ. സ്കൂളിലില്ല, അവിടെയൊക്കെ സ്കൂളുകളിൽ ശൗചാലയം മുതൽ ഈ സാനിറ്ററി നാപ്കിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് വരുന്നത്. എത്ര രൂപയാണ് സബ്സിഡി ആയിട്ട് ഓരോ പാഡിനും കൊടുക്കുന്നതെന്ന് അറിയാമോ? 1 രൂപയ്ക്ക് അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടാനാണ് പാഡ്? 5 രൂപയാണ് 5 രൂപയുടെ ഒരു പാക്കറ്റിന് വില. ഒരു 5 അതിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് മുതൽ അഡ്രസ്സ് ചെയ്ത് വരുന്നൊരു ഗവൺമെൻറ്റിനെയാണ് ഒന്നുമില്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണിൽ പൊടിയിടാനോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഭരണം താഴേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കയ്യിൽ
നിഷ്ഠുരമായി മാറുകയാണ്. ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം, നിർബന്ധപ്രകാരം, അല്ലെങ്കിൽ ഫണ്ടിങ് പ്രകാരം എന്ന് തന്നെ അല്ല, ഇത് പറയേണ്ടിയിരിക്കുന്നു. സെൻട്രൽ മിനിസ്ട്രിയും കുറച്ച് ഗൗരവകരമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയായിരുന്നു, ഇവരുടെ വക്താവ് CJP വക്താവ് സൗരവ് ദാസിന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തി എന്നുള്ളൊരു വിഷയമുണ്ടായിരുന്നു. അതിൽ സൗരവ് ദാസ് പ്രതികരിച്ചത് എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത്, തന്റെ വീട്ടുകാരെയൊക്കെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്, എന്തിനാണ് ഇത്തരത്തിലൊരു പീഡനം നടത്തുന്നത്. ശരിക്കും അത് അതൊരു പീഡനമാണോ? ഇതിപ്പോ നമ്മുടെ പിണറായി പറഞ്ഞ പോലെയാണല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെയൊന്നും നോക്കിയിട്ടില്ല, ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള മാത്രം ഒരു ചോദ്യം ചോദിക്കുക, അല്ലാതെ പീഡനമാണോ? അൺലെസ് യു ഹാവ് സംതിങ് ടു ഹൈഡ്. ഒരു കാര്യം പോലീസിന് അറിയണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചോദ്യത്തെ ചോദ്യമായി നേരിടുവാനും അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുവാനും കഴിയണം. എല്ലാം പീഡനമാകുമോ ആതിര? എല്ലാം പീഡനമാകുമോ? എന്ന് ഞാൻ ഇപ്പോൾ കുട്ടിയെ നോക്കി ഉടനെ അത് പീഡനമായോ? അല്ലെങ്കിൽ സന്ദീപ് ഇവിടെ വന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തു, എൻ്റെ നേരെ ലൈറ്റ് വന്നു, അതൊരു പീഡനമാവും? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് കൺട്രി? ആർക്കും ആരോടൊന്നും സംസാരിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, എല്ലാം പീഡനമാണെന്ന് പറയുകയാണെങ്കിൽ ഹൗ വിൽ വി പ്രോഗ്രസ് ടു ദ നെക്സ്റ്റ് മില്ലീനിയം? എങ്ങനെ പോകും? എല്ലാത്തിനും ഒരുതരം പേടിപ്പിക്കുക. എന്താ, പോലീസിനെ പേടിപ്പിക്കുകയാണോ? പോലീസിനെ പേടി ഉണ്ടാക്കാൻ നോക്കുകയാണോ? അല്ല, ഇതിന്റെ ഒരു ആധാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, ദേശീയ ക്യാമ്പയിൻ ഉണ്ടാവുന്ന സമയത്ത് അതിന് ഫണ്ടിങ് ആവശ്യമാണ്. കാരണം ആ എവിടുന്നെങ്കിലും ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്ന് അറിയാനുള്ള ബാധ്യത ഗവൺമെന്റിനില്ലേ? ഇന്നിപ്പോൾ നമ്മൾ മെയിൻ ന്യൂസ് ചാനലൊക്കെ പറയുന്നത് ഡോക്ടർമാർ നടത്തിയ ഒരു ഭീകരാക്രമണത്തെക്കുറിച്ചാണ് ഇന്ന് മെയിൻ ചാനലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡോക്ടർമാരല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടെന്നാണോ? ആണോ? എന്താണെങ്കിലും ഗവൺമെന്റിന്റെ ബാധ്യത. ചോദിച്ചില്ലെങ്കിൽ ഇവർ തന്നെ പറയും, ഫണ്ട് എവിടെ നിന്നൊന്നും ചോദിച്ചില്ലല്ലോ, ഉടനെ ആ മന്ത്രി രാജിവെക്കൂ. ചോദിച്ചാലും കുഴപ്പം, ചോദിച്ചില്ലെങ്കിലും കുഴപ്പം. അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെയാണ് ഈ തോന്നുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഗവൺമെൻറ് കൃത്യമായ വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. സമയം കൊടുക്കും. നിങ്ങളൊന്ന് പഠിക്കൂ. ഈ ഭാരതത്തിൽ എന്ത് സംഭവിച്ചു, 2014 ശേഷം എങ്ങനെയാണ് ഭാരതം, 2014 മുമ്പ് എങ്ങനെയാണ് ഭാരതം എന്ന് നിങ്ങൾ പഠിക്കൂ. അല്ല, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്നെ UPA സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ എത്ര സിഖുകാരെ കൊന്നു നിങ്ങൾക്കറിയാമോ? അത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുന്നേ. എത്ര പേരെ സഞ്ജയ് ഗാന്ധിയുടെ കാലത്തിൽ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമാക്കി. പണ്ടൊക്കെ പ്ലാസ്റ്റിക് ബക്കറ്റുമായിട്ട് നടക്കാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. വന്ധ്യംകരിച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് കൊടുക്കും, ചുമ്മാ ഒരു ഗിഫ്റ്റ് പോലെ. അതും കൊണ്ട് വീട്ടിലേക്ക് തമാശയായിരുന്നു. അന്നത്തെ ട്രോളൊന്നുമില്ല, ഇത് നമ്മളുടെ മീഡിയ അത്രയും ആക്റ്റീവുമല്ല, സോഷ്യൽ മീഡിയ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി എത്ര പേരെ അടിയന്തരാവസ്ഥ കാലത്ത് തടവിൽ പാർപ്പിച്ചു, ഭീകരമായ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി. അതൊക്കെയാണ് പീഡനം. അല്ലാണ്ട് ഒരാളെ ചോദ്യം ചെയ്യുന്നത് പീഡിപ്പിക്കുകയല്ല കേട്ടോ. നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, മനസ്സിലായി. I'm just telling you. അതാണ് യഥാർത്ഥ പീഡനം. അടിച്ച് മൃതപ്രായമാക്കി ഇടുന്നതാണ് പീഡനം. അല്ലാണ്ട് ഒരാളോട് 2 ചോദ്യം ചോദിച്ചാൽ 2 മറുപടി പറഞ്ഞു, അത് ഉടനെ പീഡനമല്ല. അപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി ജെൻസി ആയിട്ടുള്ള ആതിരയെ പോലുള്ളവർ പോലും അങ്ങനെ സൗരവ് ദാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും താങ്കളുടെ വായിൽ നിന്ന് അങ്ങനെ വരരുത്. സൗരവ് ദാസ്, യു റീഡ്, യു ട്രാവൽ. നിങ്ങൾ കുറച്ച് പേര് ഇന്ത്യ മുഴുവൻ കാണൂ. നിങ്ങൾ ആദ്യം പോയി സ്കൂളുകൾ കാണൂ, അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കൂ. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ വിളിച്ചു കൂട്ടുന്നു, വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടുന്നു, അച്ഛനമ്മമാരെ വിളിച്ചു കൂട്ടുന്നു. നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പോൾ പുറകിലിരുന്ന കുതിച്ചു പായുന്ന ഈ ആകാശത്തിന് പുറകിലിരുന്ന് കടിഞ്ഞാണിട്ട് വലിച്ചു നിർത്താൻ നോക്കല്ലേ പ്ലീസ് ജെൻസി കുട്ടികളെ. സീസൺ 2 അത്ര അങ്ങ് വിജയം ഉണ്ടാവണമെങ്കിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ശ്രദ്ധിക്കുക മാത്രമല്ല, അവർ പഠിക്കണം, അനലൈസ് ചെയ്യണം. അവരിപ്പോൾ വെറുതെ ആംചെയർ ജേർണലിസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടില്ല ആംചെയർ ജേർണലിസം. വെറുതെ ഇരുന്ന് എന്തെങ്കിലും എഴുതുക, നടന്ന് മനസ്സിലാക്കി ചെയ്യുക. പക്ഷെ അങ്ങനെ പഠിക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സംസാരിച്ച ഒരു വിഷയമാണ്, ജാർഖണ്ഡിലും ആസാമിലും പഞ്ചാബിലും പേപ്പർ ലീക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ള അല്ല, അവര് പോയിട്ടില്ല. അത് PSC ആണ്, കുട്ടികളുടെ കാര്യമല്ല. അവർ കുട്ടികളുടെ കാര്യം മാത്രമല്ലേ നോക്കുള്ളൂ എന്ന് പറഞ്ഞേ. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഇന്ത്യ ബഹുദൂരം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കുതിച്ച് പാഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് അവിടെ പറഞ്ഞ സ്കോപ്പില്ല. എന്തെങ്കിലുമൊക്കെ എന്തിനാ ഗവൺമെൻറ് സ്കൂൾസ്, പ്രൈവറ്റ് സ്കൂൾസിനെ പറ്റി അവർ അന്വേഷിക്കട്ടെ എന്നേ. പ്രൈവറ്റ് സ്കൂൾസിലെ ഫീസിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. പ്രൈവറ്റ് സ്കൂൾസിലെ വിദ്യാഭ്യാസ സൗകര്യം ഗവൺമെൻറ് സ്കൂൾസായിട്ട് കമ്പയർ ചെയ്യട്ടെ. പിന്നെ ഇത്രയും കൊല്ലം ഭരിച്ച് നശിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ, കോൺഗ്രസ്. അത് 12 വർഷം കൊണ്ട് ഇത്രയൊക്കെ മെച്ചപ്പെട്ടതാക്കിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന
ജിയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരുടെയും ഓഫീസേഴ്സിൻ്റെയും കയ്യിലിരിക്കുന്ന മാന്ത്രിക വടിയുടെ അത്യുഗ്രമായ പ്രകടനമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഐ ഹവ് സീൻ ഇന്ത്യ ബിഫോർ മോഡിജി ടുക്ക് ഓവർ ഇൻ 2014 ആൻഡ് ആഫ്റ്റർ ഹി ഹാസ് ടേക്കൺ 2014 ശേഷം അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷമുള്ള ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യയുടെ നഗരങ്ങൾ, ഇന്ത്യയുടെ ഗ്രാമങ്ങൾ എല്ലാം സഞ്ചരിച്ച് ഓരോ സ്ഥലത്തും പോയി കണ്ടിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് ചെയ്യാനുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനിടയ്ക്ക് ഇങ്ങനത്തെ തരികടകളൊന്നും വേണ്ട കുട്ടികളെ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.